ഏറെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇത് സാധാരണ വായിപ്പിക്കുന്ന സ്നാനക്കടവിൽ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി ദൈവദാസൻ നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ മുൻപ് നിർത്തിയിട്ട് സഭയുടെ സെക്രട്ടറിയെ കൊണ്ടോ സഹശുശ്രൂഷനെ കൊണ്ടോ വായിപ്പിക്കുമ്പോഴല്ലാതെ സാധാരണ വായിക്കാറില്ലാത്ത ഒരു നല്ല വേദഭാഗം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരാകുന്ന 11 പേരെ, ഗലീലക്കാരായ 11 പേരെ കൂട്ടിവരുത്തിയിട്ട് ഏറ്റവും ഒടുവിലായി അവരോട് പറഞ്ഞ, അവരെ ഭരമേൽപ്പിച്ച ശക്തമേറിയ ദൂതാണ് നമ്മൾ ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരുടെ ശ്രദ്ധയ്ക്കായി വായിക്കുക. നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കണ്ട, നമ്മൾ കണ്ടല്ലോ, നിങ്ങൾ കുനിഞ്ഞിരുന്ന് അറിയാതെ ഉറക്കം വരും. അതുകൊണ്ട് കുനിഞ്ഞിരിക്കേണ്ട, ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ദൈവദാസൻ നിങ്ങളെ മൈക്കിലൂടെ അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. വായിച്ചാണ്ട്. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. അവർ ആരാധിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, എനിക്ക് അധികാരം ലഭിച്ചത് കൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സുവിശേഷം ഒരു മതമല്ല, ഏതെങ്കിലും ഒരു മതത്തിന് എതിരല്ല. സുവിശേഷം നിർബന്ധിത മത പരിവർത്തനമല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഉയർത്തുകയാണ് സുവിശേഷ യോഗം. 4 സുവിശേഷമില്ല, ഒരു സുവിശേഷമേ ഉള്ളൂ. ആ ഒരു സുവിശേഷം 4 ആയെങ്കിൽ നിന്നുകൊണ്ട് 4 പേര് എഴുതി. 4 കൂടെ വായിക്കുമ്പോഴേ യേശു ആരാണെന്ന് വായനക്കാരന് മനസ്സിലാകത്തു. പ്രൈസ് ദി ലോർഡ്. വളരെ കുറച്ചു കാലം മാത്രം ജീവിച്ചിരിക്കുകയും അതിൽ വെറും 3.5 വർഷക്കാലം മാത്രം ശുശ്രൂഷിക്കുകയും ചെയ്ത, ഏറ്റവും കുറച്ച് മാത്രം പ്രസംഗിച്ചിട്ടുള്ള, ഞങ്ങളൊക്കെ പ്രസംഗിച്ച് കണക്കെടുക്കാമെങ്കിൽ 1000കണക്കിന് പ്രസംഗമാണ്. നമ്മുടെ കർത്താവ് അങ്ങനെയൊന്നും അധികം പ്രസംഗിച്ചില്ല. വെറും 3.5 വർഷത്തെ പൊതു ശുശ്രൂഷയിൽ വളരെ കുറച്ച് മാത്രം പ്രസംഗിച്ച്, വിദേശയാത്ര ഒന്നും ചെയ്യാതെ എന്ന് പറയുമ്പോൾ തെറ്റാണ്. കർത്താവിന് 2 വയസ്സ് താഴെയുള്ളപ്പോൾ കർത്താവിനെയും ആ പ്രായത്തിൽ ജനിച്ച സകല ശിശുക്കളെയും കൊന്നുകളയുവാൻ ഹേരോദാവ് കൽപ്പനയിട്ടപ്പോൾ സ്വപ്നത്തിൽ യോസഫിന് ദൈവം ദൂതനെ അയച്ച് പ്രത്യക്ഷപ്പെട്ട്, നിന്റെ ഭാര്യ മറിയയും കുഞ്ഞിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞപ്പോൾ ഒരു വിദേശയാത്ര ചെയ്തു. അപ്പം ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാവും. സ്തോത്രം. മറിയയും യോസഫും കൂടെ കുഞ്ഞുമായി മിസ്രൈമിൽ പോയി പാർത്തു. കൊല്ലാനുള്ള ഹേരോദാവ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ, എൻ്റെ മകനെ ഞാൻ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തും എന്ന 7 നൂറ്റാണ്ട് പുറകിലുള്ള ദൂത് നിവർത്തിയാകാൻ ദൈവം യോസഫിന് വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലാനിരുന്ന ഹേരോദാവും മരിച്ചു.
അതുകൊണ്ട് നീ കുഞ്ഞുമായി മടങ്ങിപ്പാൻ പറഞ്ഞു. അങ്ങനെ അവർ മടങ്ങി വന്നു. ജനിച്ചത് ബേത്ലഹേമിലാണ്. ബേത്ലഹേം എബ്രാത്തെ. നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും നിന്നെ മേയ്പ്പാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടും എന്ന പ്രവചനം നിവർത്തിക്കാൻ പ്രസവകാലം അടുക്കുന്നതുവരെ നസറേത്തിൽ പാർത്ത മറിയയും യോസഫും. എന്നേരം ഒരു നിയമം ഉണ്ടായി. ഇപ്പം നമ്മളെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന SIR പോലെ അന്നത്തെ രാജാവ് ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമം അനുസരിച്ച് നസറേത്തിൽ നിന്ന് ഇവർ ബേത്ലഹേമിലേക്ക് പോയി. പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ ജനിച്ച ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ഒരല്ലേലിയെ പറയാൻ. അവ കാലം തെറ്റി ജനിച്ചവനല്ല, കാലത്ത് ജനിച്ചവനാ, സമയത്ത് ജനിച്ചവനാ. ബേത്ലഹേമിൽ ചെല്ലുമ്പോൾ പ്രസവകാലമായി. അവരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടിയില്ല. വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലെന്ന് എഴുതിയേക്കുന്നത്, അല്ലാതെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലെന്നല്ല. അതുകൊണ്ട് വഴിയിൽ എവിടെയോ പ്രസവിച്ചു. പുൽത്തൊഴുത്തിലല്ല പ്രസവിച്ചത്. കിടത്താൻ ഇടമില്ലാഞ്ഞുകൊണ്ട് അടുത്ത് കണ്ട് ആരുടെയോ പുൽത്തൊഴുത്തിൽ കിടത്തി. ഉടുക്കാൻ തുണിയില്ലാഞ്ഞുകൊണ്ട് മറിയുടെയോ യോസഫിൻ്റെയോ ഏതോ ഒരു തുണി കീറി കീറ്റുശീലയ്ക്കകത്ത് പൊതിഞ്ഞ് കിടത്തി. ഒരല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. നസ്രായൻ എന്ന് വിളിക്കപ്പെടേണ്ടതിന് ബേത്ലഹേമിൽ പിറന്നെങ്കിലും മിസ്രൈമിലേക്ക് പോയെങ്കിലും തിരിച്ച് നസ്രത്തിൽ വന്ന് പാർത്തു. നസ്രത്ത് ഗലീലയോട് ചുറ്റിപ്പറ്റിയുള്ള ഒരു ദേശമാണ്. നമ്മൾ വായിച്ച വാക്യം തുടക്കം ഗലീലക്കാരായ 11 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് കർത്താവ് കൽപ്പിച്ച മലയിൽ വന്നു എന്നുള്ളത്. ആ ഗലീല മാത്രം ഒന്ന് പറഞ്ഞ് നമ്മൾ ശുശ്രൂഷ അവസാനിപ്പിക്കാനുള്ള സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഗലീല വളരെ പ്രസിദ്ധമായ ലെബാനോൻ, ഹെർമോൻ മലകളിൽ നിന്ന് ജലധാരയായി പലയിടത്തു നിന്ന് ഒഴുകി വരുന്നത് യോർദാൻ എന്ന ഒരു നദിയായി മാറുകയാണ്. ആ നദി ഒഴുകി വന്ന് താഴെ ഒരു തടാകമാകുകയാണ്. കടലല്ല, ഒരു തടാകമാണ്. അതിന് അവര് ഗലീല കടൽ എന്ന് പേര് വിളിച്ചെങ്കിലും അർത്ഥാൽ അത് കടലല്ല. കാരണം 13.5 മൈൽ നീളവും 8 മൈൽ വീതിയും 150 അടി താഴ്ചയുമുള്ള ഒരു ശുദ്ധജല തടാകമാണ് ഗലീല കടൽ. പല പേരുകളിലാണ് അത് അറിയപ്പെട്ടത്. ഗലീല കടല്, തിബരിയാസ് കടല്, ഗന്നസരോത്ത് തടാകം, ദാവീദിലെ കിന്നരത്തിൻ്റെ പേര് ചേർത്ത് കിന്നരോത്ത്, ബെത്സൈദ തുടങ്ങിയ 5 പേരുകൾ അറിയപ്പെടുന്നത് ഒരു കടലാണ് ഗലീല കടൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ ഗലീല കടലിന് ചുറ്റും 9 പട്ടണങ്ങളാണ്. 9 പട്ടണങ്ങളാണ്. കോരശീൻ, കവർന്നഹോം, മഗദ, കാന, തിബരിയാസ്, നസ്രത്ത്, നയീൻ, ബെത്സൈദ, ഗദര തുടങ്ങിയ 9 പട്ടണങ്ങൾ. പ്രൈസ് ദി ലോർഡ്. കാന യഹൂദയിലുമുണ്ട്. അതുകൊണ്ടാണ് ഗലീലയിലെ കാനാവ് എന്നെഴുതിയേക്കുന്നത്. ഗലീലയിലും കാനാവുണ്ട്, യഹൂദയിലും കാനാവുണ്ട്. അപ്പോൾ ഈ 9 പട്ടണങ്ങളുള്ള ഈ ഗലീല തടാകത്തിൻ്റെ കടലിൻ്റെ ചുറ്റുമുള്ള ഈ പ്രദേശങ്ങളിലാണ് നസറേത്ത്. കർത്താവിൻ്റെ 36 അത്ഭുതങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയപ്പോൾ അതിൽ 19 അത്ഭുതങ്ങളും നടന്നത് ഈ ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ്. തൻ്റെ ഉപമകളിൽ ഏറിയ പങ്കും പറഞ്ഞത് ഈ സ്ഥലങ്ങളിൽ വെച്ചാണ്. ഇവിടുത്തെ ഗ്രാമീണ ഭാഷ മറ്റുള്ളവർക്ക് വലിയ താല്പര്യമില്ലാത്ത ഭാഷയാണ്. മറ്റുള്ളിടത്ത് നല്ല സ്റ്റാൻഡേർഡുള്ള യഹൂദയിലും ശമരിയുള്ള ആൾക്കാരുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരൊക്കെ താമസിക്കുന്നത് ഈ യഹൂദയിലാണ്. അവിടെ 2 പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളുണ്ട്, ഇഷ്ടം പോലെ കോളേജുകളുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ജ്ഞാനികൾ പാർക്കുന്ന സ്ഥലമാണ് യഹൂദ.
പ്രൈസലോ. അവർക്ക് ഹീബ്രു നന്നായിട്ട് പറയാൻ അറിയാം, അവർക്ക് ഗ്രീക്ക് നന്നായിട്ട് പറയാൻ അറിയാം. ഇപ്പോൾ റോമൻ ആധിപത്യത്തിലായതുകൊണ്ട് റോമൻ ഭാഷയും അവർക്ക് പറയാൻ അറിയാം. നമ്മുടെ പഴയ വേദപുസ്തകത്തിൻ്റെ അക്ഷരങ്ങളൊക്കെ റോമൻ ലിപിയായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് അതറിയാം. പ്രൈസലോ. എന്നാൽ ഈ 3 ഭാഷയും ഉൾപ്പെടാത്ത ഭാഷയായിരുന്നു ഗലീലയിലെ ഭാഷ. പ്രൈസലോ. അരാമ്യ ഭാഷ.